നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്കോ പൈലറ്റുമാർ റെയിൽവേ കുടുംബത്തിലെ പ്രധാന അംഗങ്ങളാണ് എന്നും അവരെ തരം താഴ്ത്താൻ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും തെറ്റായ വിവരങ്ങളും നാടകീയതയും നടത്തുന്നുണ്ട് എന്നും റെയിൽവേ മന്ത്രിയായ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ട്രെയിൻ ഡ്രൈവർമാരുടെ ജോലി സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി റെയിൽവേ സ്വീകരിച്ച വിവിധ നടപടികൾ വൈഷ്ണവ് വിശദീകരിച്ചു. ലോക്കോ പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നുണ്ട്. അവർക്ക് യാത്രകൾക്ക് ശേഷം വിശ്രമം കൃത്യമായി നൽകുന്നുണ്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ശരാശരി ഡ്യൂട്ടിക്ക് സമയം നിലനിർത്തുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. കഴിഞ്ഞയാഴ്ച രാഹുൽ ഗാന്ധി ലോക്കോ പൈലറ്റുമാരുടെ ഒരു കൂട്ടം കൂടിക്കാഴ്ച നടത്തുകയും ജീവനക്കാരുടെ കുറവ് കാരണം മതിയായ വിശ്രമമില്ല എന്ന് പരാതിപ്പെട്ട് വിവാദമാകുകയും ചെയ്തിരുന്നു. ഇതിനു മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. അതേസമയം പൈലറ്റുമാർ ലോക്കോ ക്യാമ്പിൽ നിന്നാണ് ലോക്കോ മോട്ടീവുകൾ പ്രവർത്തിപ്പിക്കുന്നതെന്നും 2014 മുൻപ് ക്യാമ്പുകൾ വളരെ മോശം അവസ്ഥയിലായിരുന്നുവെന്നും വൈഷ്ണവ് പറഞ്ഞു. 2014 മുതൽ എർഗണോമിക് സീറ്റുകൾ ഉപയോഗിച്ച് ക്യാമ്പുകൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 7000-ലധികം ലോക്കോ ക്യാമ്പുകൾ എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നു. AC ക്യാമ്പുകൾ ഉപയോഗിച്ചാണ് പുതിയ ലോക്കോമോട്ടീവുകൾ നിർമ്മിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഓഫ് ഡ്യൂട്ടി വിശ്രമ സൗകര്യത്തെക്കുറിച്ചും റെയിൽവേ മന്ത്രി സംസാരിച്ചു. പൈലറ്റുമാർ ഒരു യാത്ര പൂർത്തിയാക്കുമ്പോൾ അവർ ആസ്ഥാനത്തിന് പുറത്താണ് എങ്കിൽ വിശ്രമത്തിനായി റണ്ണിംഗ് റൂമിലേക്ക് വരും. 2014 മുൻപ് റണ്ണിംഗ് റൂമുകൾ വളരെ മോശം അവസ്ഥയിലായിരുന്നു. മിക്കവാറും എല്ലാ റണ്ണിംഗ് റൂമുകളും ഇപ്പോൾ എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നു. പല റണ്ണിംഗ് റൂമുകളിലും കാൽ മസാജുകളും നൽകുന്നുണ്ട്. ലോക്കോ പൈലറ്റുമാരുടെ ജോലി സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് കോൺഗ്രസ് ഇതിനെ വിമർശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി പ്രധാന റിക്രൂട്ട്മെന്റ് നടപടികൾ പൂർത്തിയാക്കിയെന്നും 34,000-ലധികം റണ്ണിംഗ് സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജ വാർത്തകൾ നൽകി റെയിൽവേ കുടുംബത്തിന്റെ മനോവീര്യം തകർക്കാനുള്ള ശ്രമം പരാജയപ്പെടും. നമ്മുടെ രാജ്യത്തെ സേവിക്കുന്നതിൽ മുഴുവൻ റെയിൽവേ പരിവാറുകളും ഒറ്റക്കെട്ടാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.